യേശു പരീശന്മാരോട് മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, മനുഷ്യൻ നിയമം നിമിത്തമല്ല ഉണ്ടായത്, നിയമം മനുഷ്യൻ നിമിത്തമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നിയമത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഒതുക്കരുത്, മനുഷ്യന് വേണ്ടി നിയമത്തെ ഒതുക്കണം. ആ പശ്ചാത്തലം നമുക്കറിയാം. വിശന്ന് വലഞ്ഞിട്ട് ഒരു ശബത്ത് ദിവസം ശിഷ്യന്മാർ കതിർ പറിച്ചു തിന്നു. പരീശന്മാർ കുറ്റം പറഞ്ഞു. അപ്പോൾ യേശു പറയാണ്, ദാവീദ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നിയമത്തിന് വിരോധമായ ഒരു കാര്യം അവനും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ മറ്റാരും തിന്നാൻ കഴിയാത്ത അപ്പം തിന്നു, കൂടെയുള്ളവർക്കും കൊടുത്തു. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? കണ്ടോ, യേശു കർത്താവിൻ്റെ നിയമങ്ങൾ. നമ്മൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇതാണ്. പഴയ നിയമം, പഴയ വീഞ്ഞ്, പഴയ വസ്ത്രം, പഴയ വസ്ത്രത്തെ പഴയ നിയമത്തോടും പഴയ വീഞ്ഞിനെ അവർ വഹിക്കുന്ന ആത്മാവിനെയും പുതിയ വസ്ത്രത്തെ പുതിയ നിയമവചനത്തെയും പുതിയ തിരുത്തിയെ പുതുമനുഷ്യനെയും വീണ്ടും ജനിച്ച മനുഷ്യനെയും പരിശുദ്ധാത്മാവ് ഉപമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിലേക്ക് ഒരുത്തൻ വരുമ്പോൾ അവൻ്റെ ലൈഫ് ഫ്രഷ് ആകുകയാണ്, പുതിയതാകുകയാണ്, മനോഹരമാകുകയാണ്, ശുഭഭാവി ഉണ്ടാകുകയാണ്. എന്നാൽ ക്വാളിറ്റി പറയുന്നില്ല, ക്വാളിറ്റി കൂടുകയാണ്, വിശുദ്ധിയിൽ ക്വാളിറ്റി കൂടുകയാണ്. പരീശന്മാർ എതിർക്കുന്നത് എന്താണ്? പരിസയ മനോഭാവമുള്ളവർ എതിർക്കുന്നതിന് കാരണം എന്താണ്? വിശുദ്ധി പോകുമെന്ന് പറഞ്ഞാണ്? അല്ല, വിശുദ്ധി കൂടുകയാണ്, സ്റ്റാൻഡേർഡ് കൂടുകയാണ്, മറുവശത്ത് സന്തോഷം കൂടുകയാണ്, കുടുംബങ്ങൾ കർത്താവിലേക്ക് വരികയാണ്, നീതി പ്രവർത്തികൾ, നീതി വർദ്ധിക്കുകയാണ്. ദൈവം മനുഷ്യൻ മാത്രമായിട്ടല്ല, ദൈവത്തോടുള്ള നീതിയും മനുഷ്യരോടുള്ള നീതിയും ഒരുപോലെ കൊണ്ടുപോവുകയാണ്.